ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കയറി വന്ന ഭാനുമതിയമ്മയുടെ സംസാരം കേട്ട് ശാരദാമ്മയ്ക്ക് ആകെ പരിഭ്രമമാകുന്നു. ഭാനുമതിയമ്മ ശാരദാമ്മയോട് പറയുന്നു, അവിടെ എല്ലായിടത്തും ഉരുൾപൊട്ടലും പേമാരിയും, അതിൽ നിന്ന് ഒന്ന് കരകയറിയത് മലമുകളിലെ സ്കൂളിലാണ് അഭയം. അവിടെയാണ് ക്യാമ്പ് നടക്കുന്നത്. അവിടെയുള്ളവർക്ക് എന്നെ വിടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ എനിക്ക് അത്യാവശ്യമായി വരേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ്. ഇവിടുന്ന് ഒരു ഇല ചോറുണ്ടതിൻ്റെ നന്ദിയുണ്ട് എന്ന് ഭാനുമതിയമ്മ പറയുന്നത് കേട്ട് ശാരദാമ്മയ്ക്ക് ആകെ ആശങ്കയായി. എന്തൊക്കെയാണ് ഈ ശാരദാമ്മയുടെ മുന്നിൽ വന്ന് ഭാനുമതിയമ്മ പറയുന്നതെന്നുള്ള ആശങ്കയിൽ ശാരദാമ്മ നോക്കുന്നത് കണ്ടതോടെ ഭാനുമതിയമ്മ ചോദിച്ചു, ഞാനീ പറയുന്നതൊക്കെ കേട്ടിട്ട് ശാരദാമ്മയ്ക്ക് വിശ്വാസമാവുന്നില്ലല്ലേ? ശാരദാമ്മയ്ക്ക് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് എന്തൊക്കെയോ സംശയം, ഞാനെന്തോ പിച്ചും പേയും പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ എന്നൊക്കെ ശാരദാമ്മയോട് ഭാനുമതിയമ്മ അന്വേഷിച്ചു. അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു, അതല്ല, ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ഭാനുമതിയമ്മ പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് ചോറ് തരുമോ? ആദ്യം എനിക്ക് ഈറിനൊന്ന് മാറണം, എനിക്കൊന്ന് കുളിക്കണം, വേഗം ആയിക്കോട്ടെ എന്ന് ശാരദാമ്മയോട് ഭാനുമതിയമ്മ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് താൻ ഇട്ടുകൊണ്ട് വന്ന ആ ചെരുപ്പ് ആ നിലത്ത് ഊരിയിട്ടിട്ട്, ആ വാതിക്കൽ ഊരിയിട്ടിട്ട് വേഗം ഭാനുമതിയമ്മ അകത്തേക്ക് കയറിപ്പോയി. ഇതെന്താ സംഭവിച്ചതെന്നും എന്താണ് ഭാനുമതിയമ്മയ്ക്ക് പറ്റിയെന്നും അറിയാതെ ശാരദാമ്മ ആകെ സംശയത്തോടെ ആ ചെരുപ്പിലേക്ക് ഒന്നുകൂടി നോക്കി. അതിനുശേഷം ശാരദാമ്മ വേഗം അകത്തേക്ക് പോന്നു. അപ്പോഴാണ് സുസ്മിത ആരോ തന്നെ വിളിച്ചതിന്റെ കാരണത്താൽ വേഗം തന്റെ കാറിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പെൺകുട്ടി സുസ്മിതയുടെ കാറ് തന്നെ പാസ് ചെയ്ത് അവിടുന്ന് പോകുന്നത് കണ്ടു. ഉടനെ തന്നെ ആ പെൺകുട്ടി സുസ്മിതയുടെ ഫോണിലേക്ക് വിളിച്ചു. സുസ്മിത കോൾ എടുത്തതും ഹലോ, ആരാ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതെ, നിങ്ങളിപ്പോ എന്നെ കടന്നിട്ടാണ് പോയത്, ബാക്കിലേക്ക് വാ, ഈ ബാക്കിൽ നിൽക്കുന്ന ആ ആലില്ലേ, ആൽച്ചൂട്ടിൽ ഞാനുണ്ട് എന്നറിയിച്ചു. ശരി എന്ന് പറഞ്ഞ് സുസ്മിത വേഗം ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം വണ്ടി നിർത്താൻ പറയുകയും വണ്ടി പിന്നിലേക്ക് എടുക്കാനും അറിയിച്ചു. വണ്ടി ബാക്കിലേക്ക് എടുത്തിട്ട് കൃത്യമായും ആ പെൺകുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് വണ്ടിയിൽ വന്ന് നിൽക്കുകയാണ് സുസ്മിത. സുസ്മിത വേഗം തന്റെ ആ സൈഡ് സീറ്റിലെ ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് ചോദിച്ചു, എന്താ, നീയാണോ എന്നെ വിളിച്ചത്? അപ്പോഴേക്കും ഉടനെ ആ പെൺകുട്ടി പറഞ്ഞു, അതെ, ഞാൻ തന്നെയാ സുസ്മിതയെ വിളിച്ചത്. ഒരു 2 മിനിറ്റ് സുസ്മിതയ്ക്ക് സംസാരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചതും സുസ്മിത പതുക്കെ കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് ആ പെൺകുട്ടിയെ നോക്കിയിട്ട് ചോദിച്ചു, ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളത്? നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പായിട്ടും നീ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വേഗം ആ പെൺകുട്ടി കാറിലുള്ള ഡ്രൈവറെ ഒന്ന് നോക്കി. അപ്പോഴേക്കും സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലായി. സുസ്മിത വേഗം തന്നെ ഡ്രൈവറോട് അവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാനായി അറിയിച്ചു. അത് കേട്ടതും അയാൾ വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തേക്ക് മാറുന്നു. അപ്പോഴാണ് സുസ്മിത കാര്യം എന്താണെന്ന് ആ പെൺകുട്ടിയോട് ചോദിച്ചത്. അപ്പോഴേക്കും ആ പെൺകുട്ടി പറഞ്ഞു, അതെ, എനിക്കറിയാം, സുസ്മിതയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണെങ്കിൽ മാത്രമേ സുസ്മിത സമയം മെനക്കെടുത്താറുള്ളൂ എന്ന്. എന്നാൽ ഇപ്പോ ഞാൻ സുസ്മിതയെ വിളിച്ചത് എനിക്ക് കൂടി കുറച്ച് കാര്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ്. എനിക്കൊരു കാര്യം സുസ്മിതയെ കൊണ്ട് സാധിച്ചെടുക്കണമായിരുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ സുസ്മിതയെ വിളിച്ചത് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ സുസ്മിത ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും കാര്യലാഭത്തിനോ? അതെ, നീ എന്ന കണ്ടെത്തിയ ആളെ നിനക്ക് തെറ്റിപ്പോയി. ഈ സുസ്മിതയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കും സുസ്മിതയ്ക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ സുസ്മിത ഒരാളുടെ അരികിലേക്ക് ചെല്ലൂ. അത് നീ പറഞ്ഞതുപോലെ തന്നെ വേണമെങ്കിൽ അവരുടെ മുന്നിൽ കരയും, കാല് പിടിക്കും, അല്ലെങ്കിൽ പണം കൊടുക്കും. അങ്ങനെയാണ് സുസ്മിത നേടിയെടുക്കാറുള്ളത്. അതും സുസ്മിതയ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ ഞാൻ മറ്റൊരു കാര്യത്തിനും ഇതുപോലെ മെനക്കെടാറില്ല എന്ന് സുസ്മിതയുടെ വാക്ക് കേട്ട് ആ പെൺകുട്ടി പറഞ്ഞു, അതെ, എന്റെ പേര് നീലിമ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോ സുസ്മിത ചോദിച്ചു, നീ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അക്കാര്യം പറ എന്ന് പറഞ്ഞപ്പോ സുസ്മിതയോട് ആ പെൺകുട്ടി പറഞ്ഞു, എനിക്കറിയാം, അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. എന്റെ ചേച്ചി സുസ്മിതയെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ട ഉടനെ സുസ്മിത വളരെ അതിശയത്തോടെ ആ പെൺകുട്ടിയെ നോക്കി. അപ്പോഴേക്കും ഈ ആരാണ് അവളുടെ ചേച്ചി എന്നുള്ള ചോദ്യമാണ് സുസ്മിത നോട്ടത്തിൽ നിന്ന് മനസ്സിലായതോടെ വേഗം തന്നെ ആ പെൺകുട്ടി സുസ്മിതയോട് പറഞ്ഞു, അതെ, കരുണ ഹോസ്പിറ്റലിലെ നേഴ്സ് വിദ്യ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ സുസ്മിതയ്ക്ക് ആ പഴയ കാലത്തെ ഓർമ്മകൾ സുസ്മിത മനസ്സിലേക്ക് കടന്നു വന്നു. വിദ്യ പലപ്പോഴായി തന്നെ ഫോൺ ചെയ്ത് പല കാര്യങ്ങൾ അറിയിച്ചതും അന്ന് ശ്യാമ പ്രഗ്നന്റ് അല്ലെന്നും ശ്യാമയ്ക്ക് കുഞ്ഞുണ്ടായിട്ടില്ല എന്നുള്ള അന്നത്തെ വിധിയുടെ വാക്കുകൾ അത് സത്യമാണെന്ന് അന്ന്
ബോധ്യപ്പെടുത്താൻ പലവട്ടം ശ്രമിച്ചിട്ടും അത് നടക്കാതെ പോയതും അതിനുശേഷം ധന്യ ഡോക്ടർ അന്ന് കൈയോടെ അവിടെ വെച്ച് വിദ്യയെ പിടികൂടിയതുമായിട്ടുള്ള രംഗങ്ങൾ സുസ്മിതയുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് സുസ്മിത അങ്ങ് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, വെറുതെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജോലി ചെയ്ത് പോയ യാതൊരു അത്യാഗ്രഹവും ഇല്ലാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് പോയ ആളായിരുന്നു എൻ്റെ ചേച്ചി. ആ ചേച്ചീനെ പണം കാണിച്ച് പ്രലോഭിപ്പിച്ച് ചേച്ചിയെ നിങ്ങളുടെ വരുതിയിലാക്കുകയല്ലേ ചെയ്തത്. ചേച്ചിയെ അന്ന് അതുപോലെ ഓരോന്നും ചെയ്യാനായിട്ട് സുസ്മിതയല്ലേ അന്ന് ചേച്ചിയെ പണം കാട്ടി ചേച്ചിയെ സുസ്മിത വിലക്കെടുത്തത് എന്ന് ചോദിച്ചു. ശരിയാണ്, എൻ്റെ ചേച്ചിക്ക് വിവാഹം പോലും നടത്തിയെടുക്കാൻ കഴിഞ്ഞത്, ചേച്ചിയുടെ വിവാഹം പോലും നടന്നതിന് കാരണം സുസ്മിതയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ചേച്ചിക്ക് ഒത്തിരി നേട്ടങ്ങളും ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറഞ്ഞു, ശരിയാ, അന്ന് ഞാൻ അവൾക്ക് ധാരാളം പണം കൊടുത്തിരുന്നു. നീ പറഞ്ഞ ശരി തന്നെയാണ്, ഞാൻ അവളെ പണം കാട്ടി പ്രലോഭിപ്പിച്ചു തന്നെയാണ്. അതിന് അവൾ എനിക്ക് ചെയ്തു തന്ന സഹായത്തിന് അതിന്റെ 10 ഇരട്ടി ഞാൻ അവൾക്ക് പ്രതിഫലമായി തിരിച്ചു തന്നു. അതിന്റെ ഗുണമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല താനും, അതാണ് സത്യം എന്ന് സുസ്മിത അറിയിച്ചു. അത് കേട്ട നീലിമ പറഞ്ഞു, അതെ, അതെനിക്കറിയാം. അക്കാര്യത്തിൽ എന്റെ ചേച്ചിക്ക് എന്നും സങ്കടമുണ്ടായിരുന്നു, ചേച്ചിക്ക് എന്നും വിഷമവും ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലി സുസ്മിതയ്ക്ക് അതിന് പ്രത്യുപകാരം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന്, സുസ്മിതയ്ക്ക് അതിനു വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ചേച്ചിയുടെ കുറ്റബോധം അത് ചേച്ചിയെ വല്ലാതെ വേട്ടയാടിയിരുന്നു എന്ന് നീലിമ അറിയിച്ചു. ഇപ്പോ അതിന് ഒരു കാര്യം പറയാൻ വേണ്ടി, അതിന് ആ സത്യം തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അന്ന് എന്റെ ചേച്ചി പറഞ്ഞത് സത്യമായിരുന്നു. ശ്യാമ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടില്ല, ശ്യാമയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ല. അത് തെളിയിക്കാൻ ഇന്ന് പല മാർഗങ്ങളും ഉണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള പല മാർഗങ്ങളും ഇന്ന് നിലവിലുണ്ടല്ലോ. ആ വഴിയിൽ പോയാൽ തീർച്ചയായിട്ടും ശ്യാമയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയും എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു, അതെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന്. അന്ന് നിന്റെ ചേച്ചിയെ ഞാൻ പരിചയപ്പെടുമ്പോൾ ഏകദേശം നിന്റെ ഇതേ പ്രായം തന്നെയായിരുന്നു അന്ന് അവൾക്കും. വിവാഹപ്രായമായ സമയം, വിവാഹത്തിന് ധാരാളം പണം ആകേണ്ടിയിരുന്ന നേരം. അതുകൊണ്ട് തന്നെ എന്നെ പോലെ ഒരാളെ എന്തുകൊണ്ടും അവൾക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അന്ന് ഞാൻ അവളുടെ അരികിലേക്ക് ചെന്ന് ശ്യാമയെ കുറിച്ച് പലതും അന്വേഷിച്ചിരുന്നു. ഒരിക്കലും വിധിയെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് ശ്യാമയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതായിരുന്നു. പക്ഷെ ഞാനാണ് അവളുടെ കയ്യിൽ പണം കൊടുത്ത് നിർബന്ധപൂർവ്വം ഓരോന്നും ചെയ്യിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പിന്നീട് അവളുടെ വിവാഹം നടന്നു, അവൾക്ക് നല്ലൊരു ലൈഫുമായി. എന്നാൽ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും നേടിവെക്കാൻ കഴിയില്ല. ഇപ്പൊ അന്ന് വിദ്യ എന്റെ മുന്നിൽ വന്നപ്പോ അവളുടെ ആവശ്യം ഒന്നുകിൽ അവളുടെ വിവാഹം നടക്കണം, അല്ലെങ്കിൽ അവൾക്ക് അയർലൻഡിലേക്ക് പോകണം, ഗൾഫിലേക്കോ മറ്റോ അയർലൻഡിലേക്കോ എവിടെയെങ്കിലും പോകണം. അതിനും പണം ചെലവാകും. ഈ 2 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് അവൾക്ക് സാധിച്ചെടുക്കണം എന്നതായിരുന്നു എന്റെ മുന്നിൽ അവൾ പറഞ്ഞിരുന്ന കാര്യം. അതേ അവസ്ഥയിലാണ് നീ ഇപ്പൊ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചി തന്നെ പറഞ്ഞു കാണും, പണത്തിന് ആവശ്യം വരുമ്പോ ഈ സുസ്മിതയുടെ അരികിലെത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സുസ്മിതയുടെ കയ്യിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത്രയും പണം കിട്ടുമെന്ന് അല്ലെ എന്ന് ചോദിച്ചപ്പോ നീലിമ പറഞ്ഞു, അല്ല, എന്റെ ചേച്ചി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, എന്റെ ഇതേ പ്രായം തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോ എനിക്ക് വിവാഹാലോചനയൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ ഒരു ആഴ്ചക്കുള്ളിൽ അയർലൻഡിലേക്ക് പോകും. അതിനുള്ള വിസയും മറ്റ് ടിക്കറ്റ് കാര്യങ്ങളും ഒക്കെ ഓക്കെ ആയിരിക്കുകയാണ്. അപ്പോഴാണ് ചേച്ചിയുടെ ആ സങ്കടം അതൊന്ന് തീർക്കണമെന്ന് ഞാൻ കരുതിയത്. നിങ്ങൾ കരുതുന്ന പോലെ വിവാഹശേഷം ഒരു സുഖകരമായ ഒരു ജീവിതമൊന്നുമല്ല എൻ്റെ ചേച്ചിക്ക് കിട്ടിയത്. ചേച്ചിക്ക് അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് പുറത്താക്കേണ്ടി വന്നു. ധന്യ ഡോക്ടർ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ചേച്ചിയെ ആ കരുണ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ചേച്ചി പല സ്ഥലങ്ങളിലും ജോലിക്കായി ശ്രമിച്ചു. എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ വിവരം അന്വേഷിക്കാനായി കരുണ ഹോസ്പിറ്റലിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് ഒരു ബാഡ് ഇൻഫർമേഷൻ ആയതുകൊണ്ട് ചേച്ചിയെ സംബന്ധിച്ച് അത് ജോലി കിട്ടാതിരിക്കാനുള്ള ഒരു കാരണമായി മാറി. അങ്ങനെ ചേച്ചിക്ക് ജോലി നഷ്ടമായി. അവസാനം വിവാഹം കഴിഞ്ഞതിന് ശേഷം ചേച്ചി പ്രഗ്നന്റ് ആയ സമയത്ത് അവിടെ പ്രസവത്തിനെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചേച്ചിയെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് വിട്ടു. പിന്നെ പ്രസവത്തിന് ശേഷം ചേച്ചി കൂട്ടിക്കൊണ്ടു പോകാൻ അദ്ദേഹം എത്തിയില്ല. ചേച്ചിക്ക് ജോലി പോയത് ഒരു കാരണമായി തന്നെ അവർ പറയുന്നു. അതിനുശേഷം ചേച്ചി ആ കുഞ്ഞിനെ പ്രസവിച്ചത് തന്നെ അന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. അതെനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിറമങ്ങാത്ത ഒരു ഓർമ്മയായി അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ ജീവിതം ആ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇടയ്ക്കൊക്കെ ബോധം വരുന്ന ആ നിമിഷങ്ങളിലൊക്കെ എന്നോട് എൻ്റെ ചേച്ചി പറഞ്ഞിരുന്നു, സുസ്മിതയോട് ഞാൻ ചെയ്തത്, സുസ്മിതയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരുന്നുവെന്നും സുസ്മിതയോട് താൻ പറഞ്ഞതൊക്കെ സത്യമായിരുന്നുവെന്നും അത് തെളിയിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. സുസ്മിതയ്ക്ക് എൻ്റെ ചേച്ചി പാസ് ചെയ്തു തന്ന ആ ഇൻഫർമേഷൻ സത്യമായിരുന്നു എന്ന് എനിക്ക് തെളിയിക്കണം.
ആ കടം എങ്ങനെയും എനിക്ക് വീട്ടണം. സുസ്മിതയ്ക്ക് ഉള്ള ആ കടം അത് വീട്ടാനാണ് ഞാനിപ്പോൾ വന്നത്. പിന്നെ അയർലൻഡിലേക്ക് പോകുന്ന കാര്യം ചേച്ചിയുടെ അതേ പ്രൊഫഷൻ തന്നെയാണ് ഞാനും എടുത്തത്. ഞാനും നേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അയർലൻഡിലേക്ക് പോകുന്നതും എൻ്റെ ചേച്ചിയുടെ വിവാഹത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി വീട്ടിനുണ്ടായ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടി തന്നെയാണ്. എങ്കിലും അതിനു മുൻപ് അതിലും ഏറ്റവും വലിയ കടമായ എൻ്റെ ചേച്ചിയുടെ ആ മനസ്സിന്റെ സങ്കടം അത് സുസ്മിതയെ അന്ന് തന്ന ഇൻഫർമേഷൻ സത്യമായിരുന്നു എന്ന് സുസ്മിതയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു കടമ വീട്ടാനാണ് ഞാനിപ്പോൾ വന്നത്. സുസ്മിതയ്ക്ക് ഞാൻ പറഞ്ഞതിലൊന്നും വിശ്വാസമായില്ല എന്നുണ്ടെങ്കിൽ ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് വേഗം നീലിമ തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയത് സുസ്മിത പറഞ്ഞു, നീലിമ ഒരു മിനിറ്റ്, വിദ്യ എവിടെ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഉടനെ നീലിമ ദാ അവിടെ എന്ന് മുകളിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു. അത് കേട്ട ഉടനെ നീലിമയുടെ ആ വാക്ക് കേട്ട് സുസ്മിത ഞെട്ടി. അപ്പോഴേക്കും നീലിമ പറഞ്ഞു, ഒരു ഒരു മാസമായുള്ളൂ ചേച്ചി ഞങ്ങളെ വിട്ടു പോയിട്ട്. അതുകൊണ്ടാണ് ഇനി ഒരാഴ്ച കൂടിയേ ഞാൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിനിടയിൽ സുസ്മിതയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വിശ്വാസമോ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമോ ഉണ്ടെങ്കിൽ സുസ്മിതയ്ക്ക് എന്നെ വിളിക്കാം. ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വേഗം തന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് നീലിമ പോയി. നീലിമ പോയി കഴിയുമ്പോഴേക്കും സുസ്മിതയുടെ മനസ്സിലാകെ സംശയമായി. അന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ, വിദ്യ തനിക്ക് പാസ് ചെയ്ത ആ സംഭവങ്ങളെല്ലാം സത്യമായിരുന്നോ ഇല്ലയോ എന്ന് ഇപ്പോഴും തനിക്ക് ഉറപ്പിക്കാൻ കഴിയാത്തതിന്റെ ആ ഒരു ആശങ്കയിൽ സുസ്മിത അങ്ങനെ നിന്നു. അപ്പോഴാണ് ഭാനുമതിയമ്മ കുളിച്ചീർന്നൊക്കെ മാറി അവിടേക്ക് വന്നതും ഭാനുമതി അമ്മയ്ക്ക് ഡൈനിങ് ടേബിളിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ശാരദാമ്മ. ഭക്ഷണം എടുത്ത് വെച്ച് കഴിഞ്ഞതും ശാരദാമ്മ പറഞ്ഞു, കഴിക്ക് ഭാനുമതിയമ്മേ. അപ്പോഴേക്കും ഭാനുമതിയമ്മ ചോദിച്ചു, ശാരദാമ്മയ്ക്ക് വേണ്ടേ? എനിക്കിപ്പോ വേണ്ട, വിശക്കുന്നില്ല എന്ന് ശാരദാമ്മ മറുപടി നൽകി. ഉടനെ ഭാനുമതിയമ്മ പറഞ്ഞു, എന്നാ എനിക്ക് അങ്ങനെയല്ല ശാരദാമ്മേ, എത്ര ഭക്ഷണം കഴിച്ചാലും നിറയാത്തൊരു വയറായിരുന്നു എനിക്ക്, അതങ്ങനെ ഒരു ജന്മം എന്ന് പറഞ്ഞ് ശാരദാമ്മയോട് ഭാനുമതിയമ്മ ചോദിച്ചു, അല്ല ഈ വീടൊക്കെ ഒന്ന് മാറിയല്ലോ, പഴയതുപോലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാമത്തെ മകള് ശാലിനി, അവള് അന്ന് IAS പഠിക്കുകയായിരുന്നല്ലോ, അവൾക്ക് ഇപ്പോ ജോലിയായി. അവളിപ്പോ ഈ ജില്ലയിലെ കളക്ടറാണ്. ഇങ്ങോട്ടാണ് പോസ്റ്റ് കിട്ടിയത്. അവളിപ്പോ ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് ശാരദാമ്മ അറിയിച്ചു. അപ്പോഴേക്കും ഭാനുമതിയമ്മ പറഞ്ഞു, അതെ ശാരദാമ്മേ, ഞാൻ ഇന്നേ വരെ ഈ ഡൈനിങ് ടേബിളിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. ശാരദാമ്മ പലപ്പോഴും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇവിടെ ഇരിക്കാൻ മടി കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറായത് എന്തോ ഇന്ന് ഈ വീട്ടിലൊരാളെന്ന രീതിയിൽ ഈ വീട്ടിലെ ഒരു ആള് എന്നുള്ള അധികാരത്തിൽ ഇരിക്കാമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുകൊണ്ടാണ് എന്ന് ഭാനുമതിയമ്മ ശാരദാമ്മയോട് അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മയോട് ഭാനുമതിയമ്മ ചോദിച്ചു, അല്ല കുട്ടികളുടെ കാര്യം, അവരെ എങ്ങനെയാ ഇപ്പോ അവരുടെ ജീവിതം എന്ന് ചോദിച്ചതും 3 പേരും ഭർത്താക്കന്മാരോടൊപ്പം സുഖമായി ജീവിക്കുന്നു. 3 പേർക്കും ഓരോ മക്കളാണ്. അവർ 3 പെൺകുട്ടികളാണ് എന്നറിയിച്ചു. അത് കേട്ടതും ശ്യാമയ്ക്കും ശാരിക്കും ശാലിനിക്കും അപ്പൊ ശ്യാമയ്ക്കോ എന്ന് ചോദിച്ചതും ശ്യാമയ്ക്കും ഒരു മോള്, ശാലിനിക്കും ഒരു മോള് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭാനുമതിയമ്മ പറഞ്ഞു, ശാരദാമ്മേ, ദൈവത്തിന്റെ തീരുമാനങ്ങളെ മറികടക്കാൻ നമ്മൾ ഈ മനുഷ്യർക്ക് സാധിക്കില്ല. ഈശ്വര നിശ്ചയത്തെ നമുക്ക് ഒരിക്കലും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശ്യാമയ്ക്കോ ശാലിനിക്കോ ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ സന്താന ഭാഗ്യം അവശേഷിക്കൂ. അത് കേട്ട ഉടനെ ശാരദാമ്മ ഞെട്ടി. അപ്പോഴേക്കും ശാരദാമ്മ ചോദിച്ചു, അല്ല ഭാനുമതിയമ്മ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് വാതുക്കെ വന്ന് ശാന്ത വാതിലിന് മുട്ടി. ശാരദാമ്മേ എന്ന് വിളിച്ചു. വീണ്ടും ഭാനുമതിയമ്മയോ ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മേ, ആരോ വാതിൽ മുട്ടുന്നു, ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞതും വാതിൽ മുട്ടുന്നവരൊക്കെ അവിടെ നിന്നോട്ടെ, അല്ല ഭാനുമതിയമ്മ പറയാൻ വന്നതെന്ന് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. ഇവിടെയുള്ള ഈ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ ഭാനുമതിയമ്മ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചതും ശാരദാമ്മയെ നോക്കി ഭാനുമതിയമ്മ പറഞ്ഞു, ശാരദാമ്മേ, നമ്മൾ അമ്മമാര് മക്കൾക്ക് വേണ്ടി എന്ത് നുണയും പറയാൻ തയ്യാറാകും. അത് കേട്ട ഉടനെ ശാരദാമ്മ ഭാനുമതിയമ്മയുടെ വാക്കുകൾ കേട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അങ്ങനെ നിന്നു. അപ്പോഴേക്കും ഭാനുമതിയമ്മ പറഞ്ഞു, ശാരദാമ്മേ, ചെന്ന് വാതിൽ തുറക്ക. അവര് നമ്മുടെ ഈ സംസാരം മുഴുവിപ്പിക്കുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന ആൾ അതിനെ അനുവദിച്ചിട്ട് വേണ്ടേ. ശാരദാമ്മ ചെന്ന് വാതിൽ തുറക്ക, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും ശാന്ത അവിടുന്ന് ശാരദാമ്മേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ വരുന്നു, കതവ് തല്ലി പൊളിക്കണ്ട എന്ന് ദേഷ്യത്തോടെ ശാരദാമ്മ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ്മയെ ഒന്നുകൂടി ഭാനുമതിയമ്മ വിളിച്ചു. ശാരദാമ്മേ, മല്ലീശ്വരം കോവിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ ചെന്നാൽ ഇതിനെല്ലാത്തിനുമുള്ള പരിഹാരമുണ്ട് എന്ന് ഭാനുമതിയമ്മ ശാരദാമ്മയോട് അറിയിച്ചു. ഭാനുമതിയമ്മയുടെ വാക്കുകൾ കേട്ട് ശാരദാമ്മ ആകെ സംശയത്തോടെ വാതിക്കലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കി.
ഭാനുമതിയമ്മ മറ്റൊന്നും പറയാതെ ശാരദാമ്മയെ തന്നെ നോക്കുന്നു. വാതിൽ തുറന്നതും വാതിൽക്കൽ ശാന്ത നിർത്തുന്നു. ഉടനെ ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശാന്ത ചോദിച്ചു, അല്ല ശാരദാമ്മ, ഇതുപോലെ കിടന്നോ ഉറങ്ങുന്ന എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാൻ ഉറങ്ങാന്ന് ആരാ പറഞ്ഞേ, ഞാൻ ചോറെടുത്ത് വിളമ്പുമായിരുന്നു എന്ന് പറഞ്ഞു. ചോറോ, ആർക്ക് എന്ന് ശാരദാമ്മ ചോദിച്ചു. അപ്പോഴേക്കും ഭാനുമതി അമ്മയ്ക്ക് എന്ന് പറഞ്ഞു. ഭാനുമതി അമ്മയോ, അതാരാ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു, മുമ്പ് ഒരിക്കലും ഇവിടെ വന്ന് നമ്മുടെ കൂടെ താമസിച്ചിരുന്നില്ലേ ഭാനുമതി അമ്മ എന്ന് പറഞ്ഞു. ഓഹോ, ആ സ്ത്രീയോ, അല്ല അവരെപ്പോഴാ വന്നത് എന്ന് ചോദിച്ചു. അവരിവിടെ വന്ന് ഇവിടെ കിടന്ന് വിളിച്ചു കൂവുകയായിരുന്നു. അല്ല നീ ഒന്നും കേട്ടില്ലേ, ചോറ് കൊടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ചോറെടുത്ത് കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശാന്ത അതിശയത്തോട് ചോദിച്ചു, അതിനെവിടെയാ ശാരദാമ്മ ചോറ്? ഇന്ന് സത്യമോളും ശാലിനിയും ഫംഗ്ഷന് പോവാന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ ഇന്ന് ചോറൊന്നും വെച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചോറെടുത്ത് കൊടുത്തത് എന്ന് ചോദിച്ചു. ശാരദാമ്മയ്ക്ക് ആകെ അങ്കലാപ്പായി. അപ്പോഴേക്കും ശാന്ത ചോദിച്ചു, ഞാൻ ചോറെടുത്ത് തരട്ടെ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മയല്ലേ പറഞ്ഞു, ഇപ്പൊ വേണ്ട, എനിക്ക് ജോലിയെല്ലാം ചെയ്ത് ആകെ ഒരു ക്ഷീണമാണ്, ഞാൻ ഒന്ന് കിടക്കാൻ പോവാണെന്ന്. എന്നിട്ട് നടു തുറത്താൻ പോവാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നോ? ഞാനിവിടെ ഉച്ചയ്ക്ക് ഊണ് കൊടുത്തതിന് ശേഷം ആ കൗണ്ടറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കണക്കൊക്കെ നോക്കി അവിടെ ഇരുന്നു. ഇത്രയും നേരമായിട്ടും ഇവിടെ എങ്ങും ആരും വന്നില്ല. ഭാനുമതി അമ്മ ആ സമയത്ത് ഇവിടെ വന്ന് ശാരദാമ്മയെ വിളിച്ചാൽ ഞാൻ അറിയാതിരിക്കുവോ? ഞാനിവിടെ വാതിക്കൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അല്ല ശാരദാമ്മയുടെ ആരാ പറഞ്ഞത് അവര് വന്നെന്ന്? ശാരദാമ്മ കൃത്യമായിട്ട് പറഞ്ഞ് ഞാൻ കേൾക്കണ്ടേ അവര് വന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചു. ശാരദാമ്മ പറഞ്ഞു, അല്ല അപ്പൊ ഇന്ന് ചോറില്ലെന്നോ? ഞാനപ്പൊ ചോറിപ്പൊ വിളമ്പി കൊടുത്താണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ശാരദാമ്മയ്ക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. വിശ്വസിക്കാനാകാതെ ശാരദാമ്മ വേഗം അകത്തേക്ക് കയറി പോന്നു. പിന്നാലെ ശാന്തയും കൂടി അവിടേക്ക് എത്തി. ശാരദാമ്മ ഡൈനിങ് ടേബിളിൽ അരികെ വന്ന് നോക്കിയതും അവിടെ എങ്ങും ഒന്നും തന്നെ ഇല്ല. ഭാനുമതി അമ്മ അവിടെ ഇരുന്ന സ്ഥാനത്ത് ഭാനുമതി അമ്മയെ ഇല്ല. അവിടെ ഇല ഇട്ട് അതിൽ ഭക്ഷണം വിളമ്പി കൊടുത്തിടത്ത് അവിടെ ഭക്ഷണവും കാണുന്നില്ല. അതെല്ലാം കണ്ട് ശാരദാമ്മയാകെ ഞെട്ടി. എവിടെ എവിടെ ഭാനുമതി അമ്മ എന്നുള്ള രീതിയിൽ ശാരദാമ്മയെ ശാന്ത നോക്കി. ശാരദാമ്മ വേഗം അങ്കലാപ്പോടെ വേഗം ബാത്റൂമിന് അരികിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കി. എന്നിട്ട് തിരിച്ച് ശാരദാമ്മ അവിടേക്ക് വന്ന് ബാത്റൂമിൽ ഭാനുമതി അമ്മ എവിടെ? ഭാനുമതി അമ്മയ്ക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് അവരിവിടെ വന്നത്. ഇവരിവിടെ വന്ന് സത്യമായിട്ടും ആ ബാത്റൂമിൽ കയറി കുളിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടുമില്ല. ഇവിടെയാണല്ലോ അവർ വന്നിരുന്നത് എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞു. ഉടനെ ശാന്ത പറഞ്ഞു, അതെ ശാരദാമ്മേ, വേറൊന്നുമല്ല, ശാരദാമ്മയെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, അതാ സംഭവിച്ചത് എന്ന് പറഞ്ഞു. ശാരദാമ്മ സ്വപ്നം കണ്ടതാ എന്നൊക്കെ ശാന്ത പറഞ്ഞിട്ടും ശാരദാമ്മ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ശാന്തേ, അവരെ ഞാൻ കണ്ടതാടി എന്ന് പറഞ്ഞതും ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് ശാന്ത വേഗം പുറത്തേക്ക് ഇറങ്ങി. ശാരദാമ്മ ഇങ്ങി വന്നേ, നമുക്ക് ഹോട്ടലിൽ പോയിരിക്കാം എന്ന് ശാന്ത പറഞ്ഞതും, ഓ ഞാൻ വന്നോളാം, നീ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇരുന്ന് ഓരോന്നും ഓർത്ത് ഉറങ്ങി ഇനിയും പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടോണം കേട്ടോ എന്ന് പറഞ്ഞ് ശാന്ത അവിടുന്ന് ഹോട്ടലിലേക്ക് പോകുമ്പോൾ ശാരദാമ്മയ്ക്ക് ഒന്നും വിശ്വസിക്കാനായില്ല. ശാരദാമ്മ ആകെ സംശയത്തോടെ ആ വരാന്തയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഭാനുമതിയമ്മ ഊരിയിട്ടിട്ട് പോയ ആ ചെളി പുരണ്ട ആ ചെരുപ്പ് ശാരദാമ്മയുടെ കണ്ണിൽ പെട്ടത്. പെട്ടെന്ന് ആ ചെരുപ്പ് കണ്ടതും ശാരദാമ്മ ഞെട്ടലോടെ ചാടി എഴുന്നേൽക്കുന്നു. ഭാനുമതിയമ്മ അവിടെ കൊണ്ടുവന്ന് ഊരിയിട്ടിട്ട് പോയ ആ ചെരുപ്പാണ് ആ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ശാരദാമ്മ ഞെട്ടിത്തെറിച്ച് ചാടി എഴുന്നേൽക്കുകയും വീണ്ടും ഭാനുമതിയമ്മ എന്ന് വിളിച്ചുകൊണ്ട് ശാരദാമ്മ അകത്തേക്ക് ചെല്ലുന്നു. ശാരദാമ്മയോട് ഭാനുമതിയമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശാരദാമ്മയുടെ മനസ്സിനെ അലട്ടി.